ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടി കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 36 അധ്യായത്തിൻ്റെ അകത്ത് ആയിരുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടതായിരിക്കുന്ന വിഷയം. അതിനകത്ത് പൂർണ്ണമായിട്ടും ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് 37 അധ്യായത്തിനകത്ത് നിന്നാണ് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 37 അധ്യായത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ജോസഫിൻ്റെ ആ ജീവിതം തുടങ്ങുന്നതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ 36 അധ്യായങ്ങളും നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ 36 അധ്യായങ്ങളിലും ഓരോരോ കാര്യങ്ങൾ, അബ്രഹാമിൻ്റെ ജീവിതം, ഇസഹാക്കിൻ്റെ ജീവിതം, യാക്കോബിൻ്റെ ജീവിതം എല്ലാം കഴിഞ്ഞു. ഇനി 37 മുതൽ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം അത് തീരുന്നത് വരെയുള്ളതായിരിക്കുന്ന ആ ഒരു അധ്യായം വരെയും ജോസഫിൻ്റെ ജീവിതത്തിൽ കൂടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായങ്ങളിൽ പഠിക്കുന്നത്. അപ്പോൾ ജോസഫിൻ്റെ ജീവിതം അത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്. തുടർന്ന് നമ്മൾ അതേ വിഷയങ്ങൾ തന്നെ വീണ്ടും ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പുതിയ ആലോചനകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരട്ടെ. ഈ 13 അധ്യായങ്ങളിലായി പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ജോസഫിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. തൻ്റെ നല്ല മാതൃകയുള്ളതായിരിക്കുന്ന ഒരു ജീവിതം നമ്മൾക്ക് അനുകരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ജോസഫ് എന്ന് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ സ്വഭാവവും ജോസഫിൻ്റെ സ്വഭാവവും ഒക്കെ ചേർത്ത് പഠിച്ചാൽ ഏകദേശം 25 സ്വഭാവങ്ങൾ, ആ ഒരു സദൃശ്യങ്ങൾ യേശു ക്രിസ്തുവുമായിട്ട് കാണുവാൻ കഴിയും എന്നുള്ളത് വളരെ ശ്രദ്ധയർഹിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം അനുഗ്രഹിച്ചാൽ ആ വിഷയങ്ങൾ നമ്മൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിശദമായി ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെയും സഹായിക്കട്ടെ. അപ്പം ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് അത്രത്തോളം ക്രിസ്തുവിൻ്റെ സാമ്യമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ന് ജോസഫിൻ്റെ സ്വഭാവം കൂടുതൽ പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് 37 അധ്യായം തുടങ്ങുമ്പോൾ ആ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന കാര്യം, യോസഫ് വാർദ്ധക്യത്തിലെ മകനാകുന്നത് കൊണ്ട് ഇസ്രായേൽ, അതായത് യാക്കോബ്, എല്ലാ മക്കളിലും വെച്ച് ജോസഫിനെ അധികം സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അവനൊരു നിലയങ്കിയെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ മറ്റുള്ളവരെക്കാൾ എല്ലാം ജോസഫിനെ അധികം സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സഹോദരന്മാർക്ക് അവനെ പകച്ചു എന്ന് 4 വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സഹോദരന്മാർക്ക് അവനോട് സംസാരിപ്പാൻ വരെ കഴിഞ്ഞില്ല. മര്യാദയ്ക്ക് സമാധാനമായി ഒന്ന് സംസാരിക്കുവാനായിട്ട് സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ്റെ സ്നേഹം മുഴുവൻ ഈ മകൻ്റെ അടുക്കൽ കിടക്കുക. അപ്പോൾ ഇവർ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, 2 വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ജോസഫിൻ്റെ ഒരു സ്വഭാവമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൻ്റെ അടുക്കൽ പോയിട്ട് ചേട്ടന്മാർ വളരെ മോശമായിട്ടുള്ള ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ആ ദുശ്രുതി, അങ്ങനെയാണ് വചനത്തിൽ പറയുന്നത്, ദുശ്രുതി ചേട്ടന്മാരെ കുറിച്ചുള്ളത്, പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നതായിരിക്കുന്ന കാര്യം യാക്കോബിൻ്റെ ദാസിമാരായിരിക്കുന്ന ബിൽഹയിലും ഒക്കെ ഉണ്ടായതായിരിക്കുന്ന മക്കൾ, അവരുടെ ശില്പയുടെയും മക്കൾക്ക് ഉണ്ടായിരുന്നതായിരിക്കുന്ന മോശമായിരിക്കുന്ന സ്വഭാവങ്ങൾ യാക്കോബിൻ്റെ അടുക്കൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുന്ന ഒരു സ്വഭാവം യോസഫിനുണ്ടായിരുന്നു. കാരണം താനൊരു നിഷ്കളങ്കനായിരുന്ന വ്യക്തിയായിരുന്നു, പാപത്തോട് കോംപ്രമൈസ് ചെയ്യുവാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ജോസഫിൻ്റെ ആ ഒരു സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ജോസഫ് അപ്പനോട് കംപ്ലൈൻ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സഹോദരന്മാർക്ക് ഇവനോട് ഭയങ്കരമായിരിക്കുന്ന ഒരു പക അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഒരുപക്ഷെ ഈ കംപ്ലൈൻറ്റ് പറഞ്ഞത് ഇവരുടെ ചെവികളിൽ എത്തിക്കാണാം. വേറെ ഒന്നെന്ന് പറയുന്നത് അപ്പൻ അധികമായിട്ട് ഇവരെ ഈ ജോസഫിനെ സ്നേഹിച്ചു എന്നുള്ളതും, ഒരു നിലയങ്കി അവനുണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. നമുക്ക് യാക്കോബിനെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ 14 വർഷം ലാബാൻ്റെ അടുക്കൽ അധ്വാനിച്ച് തനിക്ക് കിട്ടിയതായിരിക്കുന്ന വ്യക്തിയായിരുന്നു ജോസഫിൻ്റെ അമ്മയായിരുന്ന റേച്ചൽ, അല്ലേ? അപ്പോൾ ആ റേച്ചലിനോട്, റാഹേലിനോട് ഒരു അമിതമായിരിക്കുന്ന സ്നേഹം യാക്കോബിനുണ്ടായിരുന്നു. ആ യാക്കോബിനെ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഒരു കാര്യമാണ്, തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അത്രത്തോളം യാക്കോബ്
റേച്ചലിനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാര്യം റേച്ചൽ മരിച്ചതിന് ശേഷം മുന്നോട്ട് പോരുന്നതായിരിക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് പിന്നീട് ഇസ്രായേൽ എന്ന് അല്ലേ അവളെ കവറടക്കിയതിന് ശേഷം മുന്നോട്ട് വരുമ്പോഴാണ് ആ ഇസ്രായേൽ എന്ന പേര് തൻ്റെ ആ നാമം അവിടെ എടുത്തു പറഞ്ഞ് മുന്നോട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അത്രത്തോളം സ്വാധീനിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു റേച്ചൽ. കാരണം ഒന്നാമത്തെ കാഴ്ചയിൽ തന്നെ അവളോട് ഭയങ്കരമായ ഇഷ്ടം തോന്നി. പിന്നെ 14 വർഷം അവൾക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അവളെ കിട്ടുവാൻ വേണ്ടി അടിമവേല ചെയ്തെന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ റാഹേൽ മരിച്ചു, ഇനിയുള്ളതായിരിക്കുന്ന ഈ മകനോട് അധികമായിരിക്കുന്ന ഒരു സ്നേഹം മൂത്ത മകനെന്നുള്ളൊക്കെ നിലയിൽ ഈ ജോസഫിനോടുണ്ടായി എന്നുള്ളതിൽ നമുക്ക് അതിശയിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തായാലും ചേട്ടന്മാർ അവനെ പകച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 5-ാം വാക്യത്തിനകത്ത് കാണുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യോസഫ് ഒരു സ്വപ്നം കണ്ടു, അത് സഹോദരന്മാരോട് അറിയിച്ചു, അതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അല്ലേ, ഈ ഒരു ഭാഗത്ത് തന്നെ നോക്കിക്കഴിയുമ്പോൾ എത്ര പ്രാവശ്യമാണ് അവരെ പകച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല ആവർത്തി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സഹോദരന്മാർ അവനെ പകച്ചു എന്നുള്ളതായിരിക്കുന്ന കാര്യം. അപ്പോൾ അവൻ ആ സ്വപ്നം അവരോട് പറയുകയാണ്. എന്തായിരുന്നു ഒന്നാമത്തെ സ്വപ്നം എന്ന് ചോദിച്ചാൽ, വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് എല്ലാവരും കൂടെ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്നെല്ലാം പറഞ്ഞ് അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞപ്പോൾ ജോസഫ് വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്. ആ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നതായിരിക്കുന്ന സ്വപ്നവും അവൻ പറയുമ്പോൾ, ഹല്ലേലൂയ, അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ യാക്കോബ് പറയുകയാണ്, അവനോട് വഴക്ക് പറയുക, അവനെ ശാസിച്ചു എന്നാണ് പറയുന്നത്. നീ ഈ കണ്ട സ്വപ്നം എന്ത് സ്വപ്നമാണ്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ വരുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അല്ലേ, നമ്മളിപ്പോൾ ഈ വായിച്ച ഭാഗം മാത്രം നോക്കിക്കഴിയുമ്പോൾ 4 മുതൽ അവിടെ 8 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് കഴിയുമ്പോൾ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കഴിയുമ്പോൾ അവിടെ കാണുന്നതായിരിക്കുന്ന ഒരു കാര്യം, സഹോദരന്മാർ അവനെ പകച്ചു. അല്ലേ, അവനോട് സമാധാനമായി സംസാരിക്കുവാൻ സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല. താഴേക്ക് വരുമ്പോൾ വീണ്ടും വായിക്കുന്നു, അവർ പിന്നെയും അവനെ പകച്ചു. താഴേക്ക് വായിക്കുമ്പോൾ സ്വപ്നം കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നു, അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അല്ലേ, ദ്വേഷം മാത്രമല്ല, അധികം ദ്വേഷിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പൻ അവനെ വഴക്ക് പറയുന്നു. അതിനുശേഷം സഹോദരന്മാർക്ക് താഴെ എഴുതി വെച്ചിരിക്കുന്നു, അവനോട് അസൂയ തോന്നി. ആ ഒരു കാര്യമെന്ന് പറയുമ്പോൾ അപ്പോൾ എത്രത്തോളമുണ്ട് കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് നിൽക്കുന്നതായിരിക്കുന്ന ഒരുവനോട്, ദൈവത്തിൽ നിന്ന് ദർശനം കിട്ടിയതായിരിക്കുന്ന ഒരു വ്യക്തിയോട്, ആത്മാവിൻ്റെ ആ ഒരു ലീഡ് ഉള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയോട് എപ്പോഴും മറു സൈഡിൽ ഒരു പോരാട്ടം ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ജോസഫിൻ്റെ ലൈഫിൽ കൂടെ നമ്മൾ അത് പഠിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യോസഫിൻ്റെ ജീവിതത്തിലൂടെ പഠിക്കുന്നതായിരിക്കുന്ന കാര്യം, എങ്ങനെയാണ് ഈ ഒരു കയ്പ് ഉള്ളതായിരിക്കുന്ന അവസ്ഥകൾ തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സഹോദരന്മാർ തന്നോട് അസൂയപ്പെടുമ്പോൾ, അവർ പകയ്ക്കുമ്പോഴൊക്കെയും തൻ്റെ ജീവിതത്തിലും ഒരു ബിറ്റർനെസ് ഉണ്ടാകുവാനായിട്ടുള്ളതായിരിക്കുന്ന ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കയ്പിനോടുള്ള ബന്ധത്തിൽ, ഈ ഒരു ബിറ്റർനെസ്സിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് യോസഫ് ഈ വിഷയത്തെ ഡീല് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി ഈ വിഷയമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഈ 37-ാം അധ്യായം മുതൽ അങ്ങ് എൻഡ് വരെ പഠിക്കുന്നതായിരിക്കുന്ന സമയത്ത് വിഷയത്തെ ജോസഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അല്ലേ, ആ പകയൊന്നും മനസ്സിൽ വെക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമോ പുകഴ്ചയോ അതുമൊക്കെയും ചിന്തിച്ചുകൊള്ളുവിനെന്ന് വചനം പറയുന്നത് പോലെ ആ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ ഒരു കൃപയുടെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഒരു പകയും കൂടാതെ ഒരു വിദ്വേഷവും കൂടാതെ ഹല്ലേലൂയ ആ ജോസഫ് ഈ വിഷയത്തെ
കാര്യത്തെയൊക്കെ ഡീല് ചെയ്യുന്നതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചറാണ് ഈ ഒരു കഥയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളും പകർത്തണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ യോസഫിനോട് പറയുകയാണ്, യാക്കോബ് പറയുകയാണ്, നീ സഹോദരന്മാരെ ശേഖേമിൽ ആട് മേയ്ക്കാൻ പോയിരിക്കുക, അവർക്ക് സുഖമാണോ എന്ന് പറയുവാൻ, അന്ന് പോയി അറിയുവാൻ തക്കവണ്ണം നീ പോയിട്ട് വരാൻ പറഞ്ഞ് അപ്പൻ പറഞ്ഞയക്കുന്നത് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിൽ അവിടെ ചെന്നെത്തി. അന്വേഷിച്ച് ശേഖേമിൽ നടക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട്, അവർ ദോഥാനിലേക്ക് പോയി, അതുകൊണ്ട് നീ ദോഥാനിലേക്ക് പോയാൽ അവരെ കണ്ടുകിട്ടുമെന്ന് പറഞ്ഞ് മുന്നോട്ട് താൻ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇവൻ അകലെ നിന്ന് വരുന്നതേ തൻ്റെ ജ്യേഷ്ഠന്മാർ കണ്ടു. അവന് വിരോധമായി സംസാരിച്ചുവെന്ന് കാണുവാനായിട്ട് കഴിയും. മുമ്പിൽ ആ പകകളെല്ലാം മുമ്പിൽ നിൽക്കുക, ആ അസൂയ അവരുടെ മുമ്പിൽ നിൽക്കുക, സമാധാനമായി സംസാരിപ്പാൻ കഴിയാത്ത അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ നിൽക്കുക. അപ്പോൾ അവന് വിരോധമായിട്ട് അവർ വീണ്ടും സംസാരിക്കുകയും അവിടെ ഗൂഢാലോചന ചെയ്തു, ദുരാലോചന ചെയ്തു. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ സ്വപ്നക്കാരൻ വരിക, അവനെ കൊന്ന് കുഴിയിലിട്ട് കളക, ഇല്ലെ ദർശനമുള്ളവനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് പൈശാചികമായിരിക്കുന്ന പദ്ധതികൾ. എപ്പോഴും അങ്ങനെ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും ഓരോ വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ സാത്താൻ എപ്പോഴും നേരെ വന്ന് അറ്റാക്ക് ചെയ്യുകയല്ല, ഒരു വ്യക്തിയിലൂടെയാണല്ലോ പിശാച് കടന്നു വരുന്നത്, അല്ലെ അതിനുവേണ്ടി വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് അവനെ കൊന്നുകളക, കുഴിയിലിട്ട് കളക എന്നെല്ലാം പറഞ്ഞ് ശത്രു ആർപ്പ് വിളിയുമായിട്ട് മുന്നോട്ട് വരുമ്പോഴും ആ ഒരു യോസഫിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വളരെ ഒരു മാതൃകയുള്ള ഒരു ജീവിതമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം കൊടുത്തതായിരിക്കുന്ന ഒരു വിജയത്തിൻ്റെതായിരിക്കുന്ന കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിൻ്റെതായിരിക്കുന്ന ചരിത്രം പറഞ്ഞ് ഈ വചനം നിർത്തുമ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊക്കെ രീതിയിൽ ശത്രു അലറിയെടുത്താലും ദൈവിക പദ്ധതിയുള്ളവനെ ദൈവം എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അവർ പറയുന്നുണ്ട്, ഒരു ദുഷ്ടമൃഗം അവനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയാം, അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്നൊക്കെ നമുക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളി ഉയർത്തുക. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ രൂപൻ മൂത്തയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവന് ജീവഹാനിയൊന്നും വരുത്തണ്ട, അവനെ നമ്മൾ കൊന്നുകളയുകയൊന്നും വേണ്ട, അവനെ ആ കുഴിയിലിട്ടേക്കാൻ പറയും. അങ്ങനെ അവനെ ഒരു കുഴിക്കകത്ത്, വെള്ളമില്ലാത്ത ഒരു കുഴിക്കകത്ത് അവനെ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുവാനായിട്ട് അവരവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവർ തലപൊക്കി നോക്കുമ്പോൾ അവർ കാണുകയാണ്, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒക്കെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് പോകുന്നതായിരിക്കുന്ന ഇശ്മയേല്യരുടെ ഒരു കൂട്ടം അതിൽ വരുന്നത് അവർ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ യഹൂദയ്ക്ക് ഒരു ഐഡിയ തോന്നി, നമ്മളിവനെ കൊന്നുകളയുകയൊന്നും വേണ്ട, വെറുതെ അതിൻ്റെ പാപമൊന്നും ആ രക്തം മറിച്ചിട്ട് നമുക്ക് എന്തുപകാരമാണ് കിട്ടുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ശാപം നമ്മളിനി എടുത്തു വെക്കേണ്ട ഒരു കാര്യം ചെയ്യുക, അവനെ വരുവിൻ, നമുക്ക് അവനെ ഇസ്രായേലിയർക്ക് വിൽക്കുക, അവൻ്റെ മേലെ നമ്മൾ കൈവയ്ക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 20 വെള്ളിക്കാശിന് അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് വിറ്റു. അവരങ്ങനെ ആ മിസ്രൈമിലേക്ക് യോസഫ് യാത്രയാവുകയാണ്. അങ്ങനെ വന്ന് അവർ തിരിച്ച് ഈ ചേട്ടന്മാർ ചെയ്യുന്നതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു, എന്നിട്ട് ഈ യോസഫിൻ്റെ അങ്കിയെടുത്ത് ആ ബ്ലഡിൽ മുക്കിയിട്ട് അപ്പനെ കൊണ്ടുപോയി കാണിച്ചു. എന്നിട്ട് യാക്കോബിനോട് പറയുകയാണ്, ഇങ്ങനെ ആ മകൻ മരിച്ചുപോയി, അവനെ ഒരു മൃഗം തിന്നു കളഞ്ഞു, ഒരു മൃഗം അവനെ തിന്നു കളഞ്ഞു, യോസഫിനെ അത് പിച്ച് കീറിപ്പോയി എന്ന് ആ ഒരു കള്ളം ചെന്ന് പറയുകയാണ് യാക്കോബിൻ്റെ മുമ്പിൽ, അല്ലേ. ആ കള്ളം യാക്കോബ് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പിശാച് എപ്പോഴും ഇങ്ങനെയാണ്, ആ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കും. നമ്മുടെ മുമ്പിലാണെങ്കിൽ കൂടെയും, പ്രിയമുള്ളവർ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്താണെങ്കിൽ കൂടെയും, അല്ലേ, ചിലപ്പോൾ ആ കള്ളങ്ങളായിരിക്കും അവൻ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അതല്ല വിശ്വസിക്കേണ്ടത്, നമ്മൾ കാണാത്തതിനെ വിശ്വസിക്കുന്നവരായി തീരണം, അല്ലേ. മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കുന്ന പൈശാചിക കള്ളങ്ങൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുവാനായിട്ടിടയായി തീരരുത്. നമ്മുടെ വാഗ്ദത്തത്തിന് വിരോധമായി മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കുന്ന കള്ളങ്ങൾ നമ്മൾ വിശ്വസിക്കുവാനായിട്ടിടയായി തീരരുത്. വാക്ക് പറഞ്ഞാൽ ആ ദൈവം അത് നിവർത്തിക്കും, അത് അവനിൽ അങ്ങനെ തന്നെയാണ്, അത് ആമേൻ എന്നാണ്, ആ വചനം അങ്ങനെ തന്നെ സംഭവിക്കും. വാക്ക് പറഞ്ഞ് ദൈവം മാറ്റുന്ന ദൈവമല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് പിശാച് ഏതൊക്കെ രീതിയിൽ കള്ളങ്ങൾ പറഞ്ഞ് നമ്മുടെ വാഗ്ദത്തം മുമ്പിലുള്ള വിഷയങ്ങൾക്കകത്ത് കള്ളങ്ങളുമായി മുമ്പിൽ വരുമ്പോൾ, ഹല്ലേലൂയ, നമുക്കുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രതിസന്ധികളെ മുന്നിൽ കൊണ്ടുവന്ന് ഇടുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയം, ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്, ദൈവം അനുകൂലമാണ് എങ്കിൽ പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. എന്തായാലും യാക്കോബ് ആ വാക്കുകളെല്ലാം വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു.
അതല്ലാതെ തനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അത്രയും വലിയൊരു പ്രൂഫാണല്ലോ അവരവിടെ കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ ആ യാക്കോബ് ആ യാഥാർത്ഥ്യം കണ്ടു വിശ്വസിച്ചു. അങ്ങനെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞ് അവിടെ ഇരുന്നു. എന്നിട്ട് പറയുന്ന വാക്കുണ്ട്, എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിലിറങ്ങും, ഞാൻ എൻ്റെ ആയുസ് മൊത്തം ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 ഇരിക്കുമെന്നെല്ലാം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് തന്നെയായിരുന്നാലും ഈ ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജോസഫിൻ്റെ ജീവിതമാണ്. ഈ നിമിഷം വരെയും നമ്മൾ ഈ ഒരു അധ്യായത്തിനകത്തും ജോസഫിൻ്റെ ഒരു പിറുപിറുപ്പും ഇവിടെ കണ്ടില്ല. ആരൊക്കെ തന്നെ ഉപദ്രവിച്ചപ്പോഴും ജോസഫ് പ്രതികരിച്ചതായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം പോലും വചനത്തിൽ എഴുതി വെച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അതുപോലെ ആ ഒരു ബിറ്റർനെസ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിലും എല്ലാം തുടർന്ന് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ യോസഫിൻ്റെ ചില വാക്കുകളൊക്കെ ഉണ്ട്. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒന്നും നടന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ അതെല്ലാം നന്മയ്ക്കായിട്ട് കാരണമായി തീർന്നു എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന സാഹചര്യം ഇനി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി, ആ കർത്താവെ ആ ഒരു ദൈവിക സ്വഭാവമുള്ളവരായി നടപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് കേട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഞാൻ ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.